നിനക്കൊരു കുറ്റബോധവും ഇല്ലടാ. എന്തിന്? ആരെന്ന് പോലും അറിയാത്ത ഒരു പാവത്തിൻ്റെ കൈവെട്ടി അവൻ്റെ ജീവിതം വഴിയാധാരമാക്കിപ്പോ. പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. എന്നിട്ട് നിന്റെ പാർട്ടി ഇപ്പോൾ എവിടെ? 2 മാസമായിട്ട് ഈ കാട്ടിൽ ഒറ്റയ്ക്കല്ലേ? അജേഷേ, മതി നിർത്ത്. നീ ഒരുപാട് അങ്ങ് പാർട്ടിയെ കുറ്റം പറയല്ലേ. എൻ്റെ പാർട്ടി തല്ലാൻ പറഞ്ഞാൽ ഞാൻ തല്ലും, വെട്ടാൻ പറഞ്ഞാൽ വെട്ടും. എന്തിന്? കൊല്ലാൻ പറഞ്ഞാൽ കൊന്നിരിക്കും. അത്രയ്ക്കും വലുതാടാ എനിക്ക് എൻ്റെ പാർട്ടി. നീ കാണിക്കുന്ന ആത്മാർത്ഥമൊന്നും അവർക്ക് നിന്നോടില്ലല്ലോടാ. നിന്റെ അച്ഛൻ ഹോസ്പിറ്റലായിട്ട് നിന്റെ പാർട്ടിയിലെ ഒരു പട്ടികൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ആരെങ്കിലും തല്ലാനും വെട്ടാനും നടക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അവർ കാനഡയിലും UK ലും ഒക്കെ പഠിച്ച് ലൈഫ് സെറ്റിലായി മുമ്പോട്ട് പോകും. നിന്നെപ്പോലുള്ള മണ്ടന്മാർ പാർട്ടിയുടെ പേര് പറഞ്ഞ് തല്ലാനും വെട്ടാനും നടക്കും. എടാ, അവരുടെയൊക്കെ മക്കൾ സേഫാ. ഈ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കുന്ന തന്തേലത്തരത്തിന് പെട്ടുപോകുന്നതേ അന്നത്തെ വകയ്ക്ക് ഗതിയില്ലാത്ത പാവങ്ങളുടെ മക്കളായ നിന്നെപ്പോലുള്ളവരാടാ. നിനക്കെന്തെങ്കിലും പറ്റിയാലേ നിൻ്റെ വീട്ടുകാർക്ക് മാത്രമേ നഷ്ടമുള്ളൂ, അല്ലാണ്ട് ഒരു പാർട്ടിക്കുമല്ല. നീ ഒന്ന് ചിന്തിച്ച് നോക്ക്.